സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പം ശരിയാക്കി തരാൻ പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാട് എന്ന ജില്ലയിലെ മനോഹരമായൊരു സ്ഥലത്താണ്, കൂറ്റനാട് എന്ന സ്ഥലത്ത്. അവിടുത്തെ ഒരു ആയുർവേദ കോളേജാണിത്. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം ആൻഡ് മെഡിക്കൽ കോളേജ്. ഇവിടുത്തെ കുട്ടികളൊക്കെ റെഡി ആയിരിക്കുകയാണ്, ഭാവി ഡോക്ടേഴ്സാണ്, ഒപ്പം കലാകാരന്മാരാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. കമാൺ. ടൈഗർ എന്ന സിനിമയിൽ സുരേഷ് ഗോപി തകർത്തഭിനയിച്ച ഒരു സീക്വൻസാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കൊടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. നോ, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അവസാന രംഗത്തിന് തിരശ്ശീല വീഴും മുമ്പ് നിന്നെ പോലൊരു കൊടും കുറ്റവാളി ഉരുവിടുന്ന സ്ഥിരം വാക്യങ്ങൾ അത് വേണ്ട. ഇപ്പൊ ഞാനൊന്ന് പിടിയയച്ചാൽ കടലുകൾ താണ്ടി നീ മറഞ്ഞുപോകും. ഇവിടെ നിയമം നിന്നെ പിടികിട്ടാ പുള്ളിയായി വാഴ്ത്തുമ്പോൾ വിദേശ മണ്ണിലിരുന്ന് നീ നാടിന്റെ നെഞ്ചകം പിളർക്കുന്ന സ്ഫോടനങ്ങൾക്ക് ഉത്തരവിടും. 1000 വയറുകൾ നിറയ്ക്കാനുള്ള അന്നത്തേക്കാൾ വില ഒരു ആയുധത്തിന് നൽകുന്ന യുദ്ധവെറിയുടെ ലോകത്ത് നിനക്ക് ചുറ്റും ഭീകരതയുടെ പരിരക്ഷ ഉണ്ടാവും. The immunity of terror. But I won't let it happen. I won't let go. And I won't let you flee. Yes. അപ്പം അതാണ് മലയാള തനിമ നിറഞ്ഞ ഒരു ആയുർവേദിക് കോളേജാണിത്. ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര എനർജറ്റിക്കാണ് അല്ലേ? അപ്പം ഒരുപാട് ഇവരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ വിളിക്കുന്നു തനുജ. തനൂജ എന്ന് വിളിച്ചപ്പോൾ ആ വഴിക്കങ്ങ് പോവുകയാണോ? ഓക്കെ, എന്താണ് തനൂജ വിശേഷങ്ങൾ? സുഖം. നാട് എവിടെയാണ്? ഇങ്ങോട്ട് അടുത്തിട്ടു. കൊല്ലം ഓച്ചിറ. ആണോ? അത് ഞാനൊരു കൊല്ലക്കാരനാണ്. നമുക്ക് തുടങ്ങിയാലോ ഡയലോഗ്? റെഡി, 1 2 3 ഗോ. നോ, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അവസാന രംഗത്തിന് തിരശ്ശീല വീഴുമ്പോൾ നിന്നെ പോലുള്ള കൊടും കുറ്റവാളികൾ പറഞ്ഞ സ്ഥിരം വാചകങ്ങൾ. ഇപ്പോൾ അത് വേണ്ട. പൊട്ടിക്കാനുള്ള സംഭവമൊക്കെ റെഡിയല്ലേ? ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് എവിടെ കിട്ടാനാ? പടക്കത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതൊക്കെ എപ്പോഴേ റെഡി. പൊട്ടിയാ മതിയായിരുന്നു. ഞാനൊന്ന് പിടിയഴിച്ചാൽ വിദേശ മണ്ണിൽ നീ പോയി മറയും. മറന്നുപോയി. നോ, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അവസാന രംഗത്തിന് തിരശ്ശീല വീഴും മുമ്പ് നിന്നെ പോലുള്ള കൊടും കുറ്റവാളി പറയുന്ന സ്ഥിരം വാചകങ്ങൾ ഇപ്പോൾ വേണ്ട. ഇപ്പോൾ ഞാൻ പിടിയഴിച്ചാൽ നീ വിദേശ മണ്ണുകളിലേക്ക് കടല് കടന്ന് മാഞ്ഞു പോകും. ചിലപ്പോൾ നല്ല പേടപിടയ്ക്കാൻ തോന്നും. എന്നിട്ട് എന്താ പിടയ്ക്കാൻ? മരുമോൾക്ക് ഫീലിംഗ് ആവും. ടെസ്റ്റ് ശിശുവാണേ. ഇവിടം നിയമം നിനക്ക് പരിരക്ഷ നൽകുമ്പോൾ വിദേശ മണ്ണിൽ നിന്ന് സ്വന്തം നാടിന്റെ നെഞ്ചകം പിടികെട്ട പുള്ളിയായി വാഴ്ത്തപ്പെടുമ്പോൾ അത് വേണ്ടേ? അത് മറന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ഇവിടം നിയമം നിന്നെ പിടികിട്ടാ പുള്ളിയായി വാഴ്ത്തുമ്പോൾ സ്വന്തം നാടിന്റെ നെഞ്ചകം തളർത്തുന്ന വിദേശം വിട്ടോ? വിദേശം വിട്ടുപോയല്ലേ? ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. വിദേശ മണ്ണിലിരുന്ന് നീ സ്വന്തം നാട്ടിലെ നെഞ്ചകം പിളർക്കുന്ന സ്ഫോടനങ്ങൾക്ക് ഉത്തരവിടും. 1000 വയറുകൾ നിറയ്ക്കാനുള്ള അന്നത്തിന് നൽകുന്ന വിലയേക്കാൾ ശരിയാവില്ലേ? 1000 വയറുകൾ നിറയ്ക്കാനുള്ള അന്നത്തേക്കാൾ വില ആയുധത്തിന് നൽകുന്ന യുദ്ധവെറിയുടെ ഈ ലോകത്ത് നിനക്ക് ചുറ്റും ഭീകരതയുടെ പരിരക്ഷയുണ്ടാവും. ഐ വോണ്ട് ലെറ്റ് ഇറ്റ് happen. I won't let it go and I won't let it you free. I also failed of you. The immunity of terror. I won't let it happen. I won't let go and I won't let you free. Yeah. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അഞ്ജലി വരും. അഞ്ജലി, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? ഈ ഇതിന് ഒറിജിനൽ ആണോ? പിയേഴ്സ് ചെയ്തിരിക്കുകയാണ്. നൈസ് ആയിട്ടുണ്ട്. തുടങ്ങാം. റെഡി, 1 പാവം അവൻ വിജൃംഭിച്ചു പോയി. റെഡി, ആക്ഷൻ. നോ, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അവസാന രംഗത്തിന് തിരശ്ശീല വീഴും മുമ്പ് ഏതൊരു കുറ്റവാളിയും പറയുന്ന സ്ഥിരം ഡയലോഗ്.
അതിന് വേണ്ടെന്നില്ലേ? ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റെ അതിപ്പോൾ വേണ്ട. ഇപ്പോൾ ഞാനൊന്ന് പിടിയഴിച്ചാൽ കടലുകൾ താണ്ടി നീ മറഞ്ഞു പോകും. അടങ്ങ് ഭൈരവ. ഇവിടത്തെ രാജ്യം നിന്നെ പിടികിട്ട പുള്ളിയായി വാഴ്ത്തുമ്പോൾ വിദേശ മണ്ണിൽ ഇരുന്നു കൊണ്ട് നീ ഇവിടത്തെ നാടിന്റെ നെഞ്ചു പിളർക്കുന്ന സ്ഫോടനങ്ങൾക്ക് ഉത്തരവിടും. നിന്റെ ഈ മരമോന്തമ്മ രണ്ട് പെടയാ പടച്ചാലുണ്ടല്ലോ. നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ നീ നിലത്തു നെണ്ണി പറക്കേണ്ടി വരും. കൗണ്ടിങ് ഫ്ലൈയിങ് ഫ്രം ദ ഗ്രൗണ്ട് ടീത്ത്. 1000 വയറുകൾ നിറയ്ക്കാനുള്ള അന്നത്തെക്കാൾ വില യുദ്ധത്തിന് നൽകുന്ന ആയുധത്തിന് നൽകുന്ന യുദ്ധവറിയുടെ ഈ ലോകത്തിൽ നിനക്ക് ചുറ്റും ഭീകരതയുടെ പരിരക്ഷ ഉയരും. നിമിടുക്കനാണ്, മണ്ടനല്ല. The immunity of terror. I won't let it happen, and I won't let it go, and I won't let it free. അടിപൊളി, സൂപ്പർ സൂപ്പർ. അതാണ് വണ്ടർഫുൾ. ഹരിനാരായണ എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്? അത് പേരെന്തായിരുന്നു അദ്ദേഹത്തിന്? അഞ്ജലിയുടെ നല്ല പെർഫോമൻസ് അല്ലായിരുന്നു, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ആക്ഷൻ. നോ, നിനക്ക് പറയാൻ പാട്ട് പാടാനല്ല പറഞ്ഞു. റെഡി, ആക്ഷൻ. നോ, നിനക്ക് പറയാനുള്ളത് എന്താന്ന് എനിക്കറിയാം. അവസാന രംഗത്തിന് തിരശ്ശീല അണിയും മുൻപ് വീഴും മുമ്പ് നിന്നെ പോലുള്ള കൊടും കുറ്റവാളികൾ പറയുന്ന ഉത്തരവിടുന്ന സ്ഥിരം വാക്യങ്ങൾ. ഉത്തരവിടുന്നത് അത് വേണ്ട. ഉത്തരവിടുന്നത് ആയിക്കോട്ടെ, അത് വേണ്ട. ഇപ്പൊ ഞാൻ പിടി അഴിച്ചാൽ കടലുകൾ താണ്ടി നീ മറഞ്ഞു പോകും. ഇവിടത്തെ നിയമം നിന്നെ പിടികിട്ടാ പുള്ളിയായി വാഴ്ത്തുമ്പോൾ വിദേശ മണ്ണിൽ നിന്ന് നീ ഈ നാടിന്റെ നെഞ്ചകം പിളർത്തുന്ന സ്ഫോടനങ്ങൾ ഉത്തരവിടും. 1000 വയറുകൾ നിറയ്ക്കുന്ന അന്നത്തേക്കാൾ വില ഒരു ആയുധത്തിന് നൽകുന്ന ആയിരം വയറുകൾ നിറയ്ക്കുന്ന അന്നത്തേക്കാൾ വില ഒരു ആയുധത്തിന് നൽകുന്ന ഈ വെറിയുടെ യുദ്ധഭൂമിയിൽ നിനക്ക് ചുറ്റും ഭീകരതയുടെ ഒരു പരിരക്ഷ ഉണ്ടാകും. The immunity of terror. I won't let it happen. I won't let go. I won't let you free. ഓക്കെ. അങ്ങനെ ഹരിനാരായണൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് മൂരിപ്പോയെന്ന്. റെഡി, ആക്ഷൻ. നോ, നിനക്ക് പറയാനുള്ളത് എനിക്കറിയാം. അവസാന രംഗത്ത് തിരശ്ശീല വീഴും മുമ്പ് നിന്നെ പോലെയുള്ള കൊടും കുറ്റവാളികൾ സ്ഥിരമുരുവിടുന്ന ഡയലോഗുകൾ. അത് വേണ്ട. എന്തുവാടാ നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. ഞാനെന്ന് പിടിയഴിച്ചാൽ നീ കടലുകൾ താണ്ടി മറഞ്ഞു പോകും. ഈ നാട്ടിലെ നിയമഗതികൾ നിനക്ക് പരിരക്ഷ. ഈ നാട്ടിലെ നിയമഗതികൾ നിന്നെ പിടകിട്ട പുള്ളിയായി വാഴ്ത്തുമ്പോൾ വിദേശ മണ്ണിലിരുന്ന് നീ ഈ നാടിന്റെ നെഞ്ചകം പിളർക്കാനുള്ള സ്ഫോടനങ്ങൾക്ക് ഉത്തരവിടും. 1000 വയറുകൾ നിറയ്ക്കാനുള്ള അന്നത്തേക്കാൾ വില നീ ആയുധങ്ങൾക്ക് നൽകുമ്പോൾ യുദ്ധവരിയുടെ ലോകത്ത് നിനക്ക് ചുറ്റും പരിരക്ഷകളുണ്ടാകും. The immunity of terror. ഇത് കഴിഞ്ഞില്ലേ? The immunity of terror. I wouldn't let it go. I wouldn't let it happen. I wouldn't let it go. I wouldn't let it free. പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞു. അവസാനത്തെ സാധനം ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ. ചിലരുണ്ട് കള്ളു കുടിച്ചാ പിന്നെ പറഞ്ഞോണ്ടിരിക്കും. The immunity of terror. I wouldn't let it happen. I wouldn't let you go. I wouldn't let you free. ഓക്കെ, അടിപൊളി. കൊള്ളാം, നന്നായിരിക്കുന്നേ. ചെല്ലി ശ്രീഷ്മ പി, എന്താണ് വിശേഷം? ശ്രീഷ്മ അവര് പി എന്ന് പറഞ്ഞത് നല്ല പേര്. ആക്ഷൻ. നോ, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് വേണ്ട. അപ്പോ ഇത് വേണ്ടേ? അയ്യോ, ഇതെന്താ ചുഴലിദിനം പിടിച്ച പോലെ? എന്നാണ് വേണ്ടത് എടുത്തോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അല്ല, അവസാന രംഗത്തിന് തിരശ്ശീല വീഴുമ്പോ നിന്നെ പോലുള്ള കുറ്റവാളികൾ ഉരുവിടുന്ന സ്ഥിരം വാക്യങ്ങൾ. പോലുള്ള എന്ത് കുറ്റവാളികൾ? കൊടും കുറ്റവാളികൾ. നിങ്ങളുടെ തല്ല ചോദിച്ചത്. അമീൻ, ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രമേ വിളമ്പാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കൊടും കുറ്റവാളികൾ ഉരുവിടുന്ന സ്ഥിരം വാക്യങ്ങൾ. ഞാനിപ്പോ ഒന്ന് പിടിയഴിച്ചാൽ നീ ലോകം കടന്ന് മരിച്ചു പോകും. പിള്ളേരല്ലേ പുണ്ണാക്കല്ലേ എന്ന് വിചാരിക്കും തോറും തലേ കയറി ഒന്ന് പൊറോട്ടടിക്കുക. അല്ല, നീ കടൽ കടന്ന് മാഞ്ഞു പോകും. ഇവിടത്തെ നിയമങ്ങൾ നിന്റെ തൂക്കിലല്ല. ഇവിടത്തെ നിയമങ്ങൾ നിന്റെ കുറ്റവാളിയായി. ഇവിടത്തെ നിയമങ്ങൾ നിന്റെ
പിടികിട്ടാപ്പുള്ളിയായി വാഴ്ത്തുമ്പോൾ നീ വിദേശ മണ്ണിലിരുന്ന് ഈ ലോകത്തെ തകർക്കാനുള്ള അല്ല ഈ ലോകത്തെ ഈ നാടിന്റെ നെഞ്ചകം പിളർക്കുന്ന ഇവിടെ നിന്നൊരു കിളി പറന്നു പോയത് ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ ചവിട്ടാം കേട്ടോ. ആ സ്ഫോടനത്തിന് ഉത്തരവിടും. 1000 വയറുകൾ 1000 വിറകോ അടുപ്പ് കത്തിക്കാനോ? എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. കൊലച്ചെരിയായിരുന്നല്ലേ? 1000 വയറുകൾ നിറയ്ക്കാനുള്ള അന്നത്തേക്കാൾ വില ആയിരത്തിന്റെ നോട്ടുകൾ അല്ല ആയുധത്തിന്റെ യുദ്ധവിറ നിനക്ക് പരിരക്ഷ അല്ല യുദ്ധവെറി നിനക്ക് പരിരക്ഷയാകും. The immunity of terror. I won't let it happen. I won't let it go. I won't let it free. അല്ലല്ല ലാസ്റ്റ് അതോടെ പറ. I want Beautiful, attractive scenery. Cash push, application. അവിടെ പോയി ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. Yes, madam. I won't let it you. I won't let you free. ഫ്രീ ആണോ ഗോ ആണോ ഹാപ്പൻ ആണോ? ആദ്യം ഹാപ്പൻ പിന്നെ ഗോ പിന്നെ ഫ്രീ. ഓക്കെ ഓക്കെ അടിപൊളി. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പോ സന്തോഷ. അപ്പോൾ വളരെ എനർജറ്റിക് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ തന്നെ ഒരാളെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വരൂ അമ്മേ, ഞാൻ ഇതറിയാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് പേര്? അഞ്ജിത. റെഡി ആക്ഷൻ. നോ. കണ്ടോളൂ, ഇതാണ് ആ രേഖ. നിനക്ക് പറയാനുള്ള എന്താണെന്ന് എനിക്കറിയാം. അവസാന രംഗത്തെ തിരശ്ശീല വീഴുന്നുമ്പേ ഒരു കൊടും കുറ്റവാളി, നിന്നെ പോലെ ഒരു കൊടും കുറ്റവാളിക്ക് പറയാനുള്ള സ്ഥിരം വാചകങ്ങൾ അത് വേണ്ട. ഇപ്പോ ഞാനൊന്ന് കൈ അഴിച്ചാൽ നീ കടല് കൈ അഴിച്ചാൽ ഇപ്പോ ഞാനൊന്ന് പിടി അഴിച്ചാൽ നീ കടലുകൾ താണ്ടി മാഞ്ഞു പോകും. മാഞ്ഞു പോയിട്ട് ഫ്ലോയും പോയി. അപ്പൊ ഇവിടുത്തെ നിയമങ്ങൾ ഇവിടുത്തെ നിയമം നിന്നെ പിടികിട്ടാ പുള്ളിയായി വാഴ്ത്തുമ്പോൾ നീ വിദേശ മണൽത്തരികൾ എണ്ണി പറക്കും. ഇതൊന്നും ഇന്ന് മനസ്സിലാവില്ല, നാളെ മനസ്സിലാവുള്ളൂ. നീ വിദേശ മണ്ണിലിരുന്ന് ഈ നാടിന്റെ നെഞ്ചകം പിളർക്കുന്ന സ്ഫോടനങ്ങൾക്ക് ഉത്തരവിടും. അത് കുഴപ്പമില്ല, അതൊന്നും വിഷയമല്ല. മഴയാന്ന് വിചാരിച്ചോളൂ. ഇത്തവണ മഴ നേരത്തെ എത്തും. പാലക്കാട് 1000 വയറുകൾ ഭയങ്കരനാ. ഇയാള് സംഗീതവും നൃത്തമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു സാധുവായിട്ട് എനിക്ക് തോന്നണത്. 1000 വയറുകൾ നിറയ്ക്കുന്ന അന്നത്തേക്കാൾ വില ഒരു ആയുധത്തിന് നൽകുന്ന യുദ്ധവെറിയുടെ കൊടും യുദ്ധവെറിയുടെ ഷോക്ക് അടിക്കേണ്ട ടൈമായി. യുദ്ധവെറിയുടെ ലോകത്ത് കൊടും ഭീകരതയുടെ പരിരക്ഷ നിനക്ക് ഉണ്ടാകും. The immunity of terror, but I won't let it happen. I won't let go. I won't let you free. ഒന്നുകൂടെ പറയണോ? എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ. അടുത്തതായിട്ട് വേദി കീഴടക്കാൻ വരുന്നു നിവേദിത. നിവേദിത സ്വന്തമായി കൈയടിച്ചൊക്കെയാണ് വരുന്നത്. അത് നല്ലതാണ്. നമ്മൾ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. എവിടെയാണ് നാട്? കണ്ണൂരാണ്. റെഡി ആക്ഷൻ. നോ. നിനക്ക് വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. നോ. അവസാന രംഗത്തെ തിരശ്ശി അവിടുന്ന് തുടങ്ങിയോ? നോ. നിനക്ക് പറയാനുള്ള എന്താണെന്ന് എനിക്കറിയാം. അവസാന രംഗത്തിന് തിരശ്ശീല വീഴുമ്പോൾ നിന്നെ പോലുള്ള കൊടും കുറ്റവാളി പറയുന്ന സ്ഥിരം വാചകങ്ങൾ
അത് വേണ്ട. ഞാനിപ്പോൾ ഒന്ന് പിടിയഴിച്ചാൽ നീ കടലുകൾ താണ്ടി മറഞ്ഞു പോകും. ഇവിടുത്തെ നിയമം നിന്നെ കൊടും കുറ്റവാളിയായി വാഴ്ത്തുമ്പോൾ അങ്ങ് വിദേശ നാട്ടിന്റെ മണ്ണിലിരുന്ന് ഈ നാടിന്റെ നെഞ്ചകം പിളർക്കുന്ന സ്ഫോടനത്തിന് നീ ഉത്തരവിടും. 1000 വയറുകൾ നിറക്കാനുള്ള അന്നത്തിന്റെ വില ഒരു ആയുധത്തിന് നൽകുന്ന യുദ്ധവെറിയുടെ ഈ ലോകത്ത് കൊടും ഭീകരതയുടെ പരിരക്ഷ നിനക്കുണ്ടാകും. ദി ഇമ്മ്യൂണിറ്റി ഓഫ് ടെറർ. I won't let it happen. I won't let you go. I won't let you free. അടിപൊളി അടിപൊളി സൂപ്പർ. ഞാൻ சொல்லிலே ഇന്നലെ ഇരുന്ന് உங்களுக்கு ദീപാവലി വലി വലി. യെസ്. അപ്പൊ അടുത്ത ആരാണ് വരുന്നത്? ലക്ഷ്മി വരൂ. നല്ല ഫ്രണ്ട്സ് ആണ്. കറക്റ്റ് ലക്ഷ്മിയുടെ പേര് പറഞ്ഞാണ്ട്. ലക്ഷ്മി അത്രയ്ക്ക് ഇഷ്ടമാണ്. അതെ അതെ. എവിടെയാണ് നാട്? എവിടെയാ? തൃശ്ശൂർ കുന്നംകുളം. ഇവിടെ ഏത് ഇയർ ആണ്? ഞാൻ സെക്കൻഡ് പ്രൊഫ് തേർഡ് ഇയർ. ഓക്കെ. അപ്പോൾ റെഡി അല്ലേ? റെഡി 1 2 3 ഗോ. നോ. നിനക്ക് പറയാനുള്ളത് എന്താന്ന് എനിക്കറിയാം. അവസാന രംഗത്തിന്റെ തിരശ്ശീല വീഴുമ്പോ നിന്നെ പോലുള്ള കൊടും കുറ്റവാളികൾ പറയുന്ന സ്ഥിരം ഡയലോഗ് അത് വേണ്ട. ഞാനൊന്ന് പിടിവിട്ട കടൽ താണ്ടി നീ മാഞ്ഞു പോവും. ഇതാണ് മാർഗം കളി. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. ഇവിടുത്തെ നിയമങ്ങൾ നിന്നെ പിടികെട്ടാപ്പുള്ളിയായി വാഴ്ത്തപ്പെടുമ്പോൾ വിദേശ മണ്ണിലിരുന്ന നീ ഈ നാടിന്റെ നെഞ്ചകം പിളർത്തുന്ന സ്ഫോടനങ്ങൾക്ക് ഉത്തരവിടും. 1000 വയറ് നിറയ്ക്കുന്ന അന്നത്തിന്റെ വില. സിനിമണ്ഡലം വരെ നിന്റെ ഭാഗ്യം സിനിമ തന്നെ മോളെ. ഒരു ആയുധത്തിന് കൊടുക്കുന്ന യുദ്ധവെറിയുടെ ഈ ലോകത്ത് നിനക്ക് ചുറ്റും ഭീകരതയുടെ പരിരക്ഷ ഉണ്ടാകും. ദ ഇമ്മ്യൂണിറ്റി ഓഫ് ടെറർ. ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഐ വോണ്ട് ലെറ്റ് യു ഗോ. ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഫ്രീ. അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവർ ആയോ എന്നൊരു സംശയം. അപ്പൊ ലക്ഷ്മി, സ്ക്രിപ്റ്റ് ഒക്കെ ഇച്ചിരി ഓർത്തായാലും പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ സ്വന്തം പുത്രിയാണ് ലക്ഷ്മി. തൃശ്ശൂരിൻ്റെ ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ തൃശ്ശൂർ ഭാഷയിൽ തന്നെ ഈ ഡയലോഗ് കൊണ്ട് പറഞ്ഞോളൂ. തൃശ്ശൂർ ഭാഷയിൽ നമ്മുടെ തൃശ്ശൂർ ഭാഷ. നമ്മുടെ തൃശ്ശൂർ ഭാഷ തുടങ്ങിക്കോ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. നോ, നിന്നെ ഞാൻ വിടില്ല. ഞെട്ടിച്ച് കളഞ്ഞല്ലോ ചക്കൻ. പിന്നെ ഈ രംഗത്തിന്റെ എല്ലാ രംഗത്തിലും കാണുന്ന അവസാന രംഗത്തിൽ കട്ട വീഴുന്ന പോലെ കട്ട വീഴുന്ന സ്ഥിരം ഡയലോഗ് നീ പറയണ്ട. നിന്റെ പോലുള്ള കൊടും കുറ്റവാളി സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗില്ലേ ഈ പറയണ്ട. ഞാനൊന്ന് പിടിയച്ചാല് നീ കടല് താണ്ടിട്ട് പോവും, മാഞ്ഞു പോവും. പിന്നെ ഗഡി ഞാനൊന്ന് പിടിവിട്ടാലല്ല നീ ഈ കടലിൽ താണ്ടി പോവും. നല്ല തൃശ്ശൂർ ഭാഷയിൽ പെടക്കണം പെടക്കേട്ടാ. ഇവിടുത്തെ നിയമങ്ങള് നിന്നെ കൊടും കുറ്റവാളിയായിട്ട് അല്ല പിടികിട്ടാ പുള്ളിയായിട്ട് വാഴ്ത്തപ്പെടുമ്പോള് നീ വിദേശ മണ്ണിൽ ഇരുന്നിട്ട് ഈ നാടിനെ നെഞ്ചകം വളർത്തണ സ്ഫോടനത്തിന് ഉത്തരവിടും. 1000 വയറ് നിറയ്ക്കാനുള്ള അന്നത്തിന്റെ വിലയേക്കാൾ ഒരു ആയുധത്തിന് വില നൽകുന്ന ഈ യുദ്ധവെറിയുടെ കാലത്ത് നിനക്ക് ചുറ്റും ഭീകരതയുടെ പരിരക്ഷ ഉണ്ടാവും. ദ ഇമ്മ്യൂണിറ്റി ഓഫ് ടെറർ. ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഐ വോണ്ട് ലെറ്റ് ഇറ്റ് യു ഗോ. ഐ വോണ്ട് ലെറ്റ് യു ഫ്രീ. ഓക്കെ, അടിപൊളി, സൂപ്പർ സൂപ്പർ. ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. ഭാഗ്യ എവിടെയാണ് നാട്? ട്രിവാൻഡ്രത്ത് എവിടെയാണ്? നേറ്റിങ്ങര. തേർഡ് ഇയർ ആയി ഇവിടെ. തേർഡ് ഇയർ. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? റെഡി 1 2 3 ഗോ. നോ, നിനക്ക് പറയാനുള്ളതാണെന്ന് എനിക്കറിയാം. എന്താണെന്ന് എനിക്കറിയാം. ചെവിന്നൊരു കിളി പറന്നു പോയാ? അത് ഈ സാധനത്തിന്റെ പ്രത്യേകതയാ. എന്റെ ചെവിന്ന് പോയി 2 എണ്ണം, ഒരു ജോഡി. നോ, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അവസാന നിമിഷം ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കില്ല, നാളെ ആർക്കെങ്കിലും വന്നുകൂടുന്നില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. തിരശീല വിരിക്കുന്ന കൊടും കുറ്റവാളികൾ പറയുന്ന വ്യക്തമായില്ലേ? നോ, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അവസാന രംഗത്ത് തിരശീല വീഴുമ്പോൾ നിന്നെ പോലുള്ള കൊടും കുറ്റവാളികൾ പറയുന്ന സ്ഥിരം ഡയലോഗുകൾ അത് വേണ്ട. ഞാനൊന്ന് പിടിവിട്ടാൽ നീ കടലുകൾ താണ്ടി മറിഞ്ഞു പോകും. ഇവിടത്തെ നിയമങ്ങൾ നിന്നെ പിടികിട്ട പുള്ളിയായി വാഴ്ത്തുമ്പോൾ നീ വിദേശ മണ്ണിലിരുന്ന് ഇവിടത്തെ നമ്മുടെ നാട്ടിലെ നെഞ്ചകം പിളർക്കുന്ന സ്ഫോടനങ്ങൾക്ക്
ഇത് കൈ വിട്ടുപോയടാ. സ്ഫോടനങ്ങൾക്ക് നിങ്ങൾ ഉത്തരവിടും. ഉത്തരവിടും. 1000 വയറുകൾ നിറയ്ക്കുന്ന അന്നത്തേക്കാൾ വില ഒരു ആയുധത്തിന് കൊടുക്കുന്ന യുദ്ധവെറിയുടെ ലോകത്ത് നിന്നെ സംരക്ഷിക്കാൻ ഭീകരത ഉണ്ടാവും. സംരക്ഷിക്കാൻ ഭീകരത ഉണ്ടാവോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഭീകരതയുടെ സംരക്ഷണം നിനക്കുണ്ടാവും. The immunity of terror. But I won't let you happen. I won't let you Let go. it ഒക്കെ പോയി. Let it happen. ഒരുമാതിരി പൊട്ടന്മാരെ പോലെ പെരുമാറല്ലേ. I won't let it happen. I won't let it go. I won't let it free. അല്ല. എടാ ആൽബി, നിന്റെ പെങ്ങളുടെ റിങ്സളായി പോയിരിക്കുക. ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇവിടെ സൂക്ഷിച്ചോണം. I won't let it happen. I won't let it go. I won't let it free. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്റെ വേട്ടക്കൊരു മകനെ നീ രക്ഷിച്ചു. യെസ്, അങ്ങനെ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനുള്ള ടൈമായി. അത്യാവശ്യം എല്ലാവരും നല്ല രസകരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ഞാൻ ഒരാളെ വിളിക്കുകയാണ്. ശ്രീഷ്മ. ശ്രീഷ്മ ഭയങ്കര രസകരമായിട്ടാണ് ആക്ട് ചെയ്തത്. നല്ല അതായത് നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയും കുറച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. നമ്മൾ എന്തിനാണ് ഈ കുട്ടിക്ക് പ്രൈസ് കൊടുക്കേണ്ടതെന്ന് ചിന്തിപ്പിച്ചു. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നല്ല രസകരമായിരുന്നു. എപ്പിസോഡിൽ ഏറ്റവും റേറ്റിംഗ് നൽകാനുള്ള കുറേ കണ്ടന്റുകൾ തന്നിട്ടുണ്ട്, എല്ലാവരും തന്നിട്ടുണ്ട്. അതിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് ശ്രീഷ്മ. അപ്പം ശ്രീഷ്മയ്ക്ക് ഫിൻഫെയർ ഡിജിറ്റൽ സോൺ നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ്. ഇവർക്ക് പാലക്കാടും തൃശ്ശൂരും ഔട്ട്ലെറ്റ്സുകളുണ്ട്, വിസിറ്റ് ചെയ്യണം. ഓക്കെ, കൺഗ്രാറ്റ്സ്. യെസ്, അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു അഞ്ജലി. അഞ്ജലി എന്താണ് ഭയങ്കര പവർഫുള്ളായിട്ടാണ് ഡയലോഗ് പ്രസൻറ്റ് ചെയ്തത്. ആദ്യം കുറച്ച് ഞാൻ പേരൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് എന്താണ് ഭയങ്കര പേടി പോലെ നിന്നെങ്കിലും ഭയങ്കര പവർഫുള്ളായിരുന്നു. അത്രയും പവർഫുള്ളായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി പവർഫുൾ ആവാൻ വേണ്ടി ഒരു പവർ ബാങ്കാണ് തരുന്നത്. മനസ്സിലായി? ഫിൻഫെയർ ഡിജിറ്റൽ സോൺ നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണിത്. അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട് 2 സ്ഥലത്താണ്, തൃശ്ശൂരും പാലക്കാടുമാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വരുമെന്ന് അവിടെ കൊണ്ട് കാണിച്ച് അവർ ക്ലിയർ ചെയ്ത് തരും. കംപ്ലയിൻറ്റ് വരില്ല. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ PR കേക്ക്സ് നൽകുന്ന ഓരോ ബൈറ്റിലും നമ്മളെ മനം കവരുന്ന സുഹൃത്താണ് കേട്ടോ. PR കേക്ക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് അഞ്ജിത. അഞ്ജിതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തു. ഡയലോഗ് സ്വന്തമായി അഭിനയിക്കാൻ വന്നപ്പോൾ ഡയലോഗുകളൊക്കെ മറന്നെങ്കിലും ബാക്കിയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിന്നു. അതൊരു വലിയ ക്വാളിറ്റിയാണ്. അപ്പം നിങ്ങളുടെ പെർഫോമൻസിന് തന്നെയാണ് ഇത് തരുന്നത്. എങ്കിലും പകുതി പെർഫോമൻസും പകുതി ബാക്കിയോട് സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടിയാണ് പ്രൈസ് തരുന്നത്. ഇത് എലമെൻറ്റ്സ് കോക്കനട്ട് ഓയിലാണ്. എലമെൻറ്റ്സ് കമ്പനി നൽകുന്ന നല്ല ശുദ്ധമായ ഓർഗാനിക് കോക്കനട്ട് ഓയിലാണ്. കർഷകരിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ് എത്തിക്കുന്ന ഓർഗാനിക് പ്രൊഡക്റ്റാണ്. ഓക്കെ, യെസ്. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം ലക്ഷ്മിയായ ലക്ഷ്മി ദേവിയായ ലക്ഷ്മിയാണ്. എന്താണ് കടി, സുഖമല്ലേ? തൃശ്ശൂർ സ്ലാങ്ങിലുള്ള ഡയലോഗ് ഭയങ്കര രസമാണ്. നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ ആ സ്ലാങ്ങിൽ ആ ഡയലോഗിനെ മാറ്റുക എന്നുള്ളതൊരു എന്താണ്, അതൊരു വലിയ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു കൈ ഞാൻ കൊടുക്കുക. അപ്പോൾ ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീപൂൾ നൽകുന്ന ഒരു സമ്മാനം. യെസ്, അഷ്ടാംഗ ആയുർവേദ ചികിത്സാലയം ആൻഡ് വിദ്യാപീഠത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ കുട്ടികളൊക്കെ മനോഹരമായി തന്നെ പെർഫോം ചെയ്ത് അപ്പം ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.